ഹഡിയേഴ്സ് വെൽക്കം ചാനൽ. വിഷുവിൻ്റെ ഒരു വിഷു വ്ളോഗ് എടുക്കണമെന്ന് വിഷു വ്ളോഗും ഓണം വ്ളോഗൊക്കെ ഒന്ന് എടുക്കണമെന്ന് എല്ലാ വർഷവും വിചാരിക്കുക. പക്ഷേ രാവിലത്തെ ഒരു സംഭവവും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആ കേസ് വിട്ടു. എന്തായാലും ഇപ്രാവശ്യം വിഷു വ്ളോഗ് പറഞ്ഞ് എടുക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് സെറ്റ് ചെയ്തു. വീഡിയോ ഒക്കെ പകുതി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതും കൂടെ തിരക്കും കാര്യങ്ങളും വന്നപ്പോൾ പിന്നെ അത് വിട്ടുപോയി. ഉള്ളിടത്തോളം ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടതാണ്. തലേ ദിവസം ഇച്ചിരി പണികളൊക്കെ ഉള്ളതുകൊണ്ട് മടുത്തു. നമ്മൾ കണിയൊക്കെ രാത്രി ഒരുക്കി വെച്ചിട്ട് ഇച്ചിരി ലേറ്റായി പോയായിരുന്നു, താമസിച്ച് ആയി. എന്നാലും കണിയൊക്കെ ഒരുക്കി വെച്ചു. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി 3 പേരെയും കണിയൊക്കെ കാണിച്ചു. അമ്മേനെ വിളിച്ചുകൊണ്ട് വരാറില്ല, അമ്മ കണി കാണാൻ വരാറുമില്ല. എപ്പോഴെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരുമ്പം 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വരുമ്പം അതൊന്ന് കണ്ടാൽ കാണണമെന്ന് അങ്ങനെയൊന്നും ഒരു താല്പര്യമില്ല. പിള്ളേർ ഇവരെ എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓയും പിള്ളേരെ ഓയി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ് വിളിക്കുന്നത്. അവരെല്ലാ വർഷവും ഞാൻ കണി ഒരുക്കി വെച്ചിട്ട് അവരെ കൊണ്ടുവന്ന് കണി കാണിക്കാറുണ്ട്. എന്തായാലും എല്ലാ പ്രാവശ്യവും പിള്ളേർ ഇതുവരെ പിള്ളേർക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പിള്ളേർക്ക് ഓണം വിഷുവൊക്കെ വരുമ്പം സമയത്ത് എവിടെ പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും കറക്റ്റ് വരാൻ പറ്റാറുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിള്ളേരില്ലെങ്കിൽ നമുക്കൊന്നും ഉണ്ടാക്കാൻ ഒരു സന്തോഷം തോന്നില്ലല്ലോ. പിന്നെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ തലേദിവസവും സാധാരണ ഇഞ്ചിയും ഇതൊക്കെ ഉണ്ടാക്കി വെക്കാറാണ് പതിവാണ്. പക്ഷേ ഇഞ്ചിയും മോരുകറി ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കി വെക്കാറ്. ഇപ്രാവശ്യം കറികളൊക്കെ മാക്സിമം കുറച്ചു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരിക്കലും വിഷുവിന് അമ്പലത്തിൽ പോകാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്ത് വന്നാലും വേണ്ടിയില്ല എന്ന് ഓർത്തിട്ട് രാവിലെ തന്നെ വേഗം പരിപാടികളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ രാവിലെ ഇനി ഇഡ്ഡലി ഉണ്ടാക്കൽ മിക്കവാറും വിഷുവിന് രാവിലെ ഇഡ്ഡലി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ പാത്രത്തിലൊഴിക്കുക, ഇറക്കി വയ്ക്കുക, അതൊക്കെ വലിയ പാടാണ്. അപ്പോൾ രാവിലെ തന്നെ പൂരിക്ക് ഉള്ളത് സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ചുട്ടെടുക്കാമല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ അടുപ്പിൽ ഒഴിച്ച് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചു. പിന്നെ ഈ ഇഞ്ചിയൊക്കെ ഇന്നാണ് ഉണ്ടാകുക, വിഷുവിൻ്റെ അന്ന്. ഇന്നല്ല, വിഷുവിൻ്റെ അന്ന് ആണ് രാവിലെ എല്ലാം സെറ്റ് ചെയ്തത് ഈ പ്രാവശ്യം. എന്നാലും പായസത്തിൻ്റെ കേസ് ചേട്ടനായിരിക്കും പിടിക്കണേ. പിന്നെ പച്ചക്കറി അവരെല്ലാവരും കൂടി അരിഞ്ഞു തരും. ഒരാൾക്ക് കണ്ണിന് തേങ്ങ ചിരണ്ടാനും പിഴിയാനും ഉള്ള ഡ്യൂട്ടി കൊടുക്കും. കിച്ചന് പൂരി ചുടാനുള്ളത് ഡ്യൂട്ടി കൊടുക്കും. ചേട്ടൻ കഷ്ണമായിരിക്കും. അപ്പോഴത്തേക്കും ബാക്കി എല്ലാ പരിപാടികൾക്കുള്ള സെറ്റപ്പ് ഞാൻ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും കൂടി ചെയ്യുന്ന കാരണം കൊണ്ട് പിന്നെ കറികൾ കൂടുതലൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഒത്തിരി താമസം വരുന്നത്. ഇപ്രാവശ്യം കറിയൊക്കെ വളരെ കുറച്ച്, എന്നാലും കറികൾ ഉണ്ടാക്കി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അങ്ങനെ അവർ കഷ്ണങ്ങൾ ഒരു ടീം അരിഞ്ഞ് തരും, ഒരു ടീം അങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് എന്തായാലും ഈ പ്രാവശ്യം ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തീർന്നു. പിന്നെ ഇവർ തറവാടായതുകൊണ്ട് മക്കൾ 3 പേരും എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നും ആങ്ങള അവർക്ക് അവനൊരിക്കലും ആ സമയത്ത് ലീവ് കിട്ടാറില്ല. അപ്പോൾ അവരും പിള്ളേരും എല്ലാവരും ഇറങ്ങി വരും. പിന്നെ പിള്ളേരുടെ കൂട്ടുകാരെല്ലാവരും വരും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കഴിക്കുന്നതാണ് ഒരു സന്തോഷം. ഇവന്മാർ രാവിലെ പോയ കൂട്ടുകാരുടെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. അതുകൊണ്ട് എന്താണെങ്കിലും 10 മണിയാകുമ്പോഴത്തേക്കും പരിപാടി തീർന്നു. അതുകൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോയി അതിൻ്റെ സന്തോഷത്തിലുള്ള തുള്ളിച്ചാടി ഉള്ള വരവാണ് കാണുന്നത്. അമ്പലത്തിൽ പോയതിൻ്റെ സന്തോഷം പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം എന്താണെങ്കിലും പരിപാടി 10 മണിയാകുമ്പോഴത്തേക്കും തീർന്നാറുണ്ടാട്ടോ ഇതൊക്കെ പറ്റിയത്. കിഴക്ക് മാറിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. മൂന്ന് പ്രാവശ്യം ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പാവം പിള്ളേരെ പറ്റിക്കാണേ.